സ്ഥാനം ഒഴിയില്ല എന്ന് പറയുന്നത് VD സതീശന്റെ സപ്പോർട്ടോടു കൂടിയാണ്. രാഹുലിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയാം. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ പിഷാരടിക്ക് വോട്ട് കൊടുക്കുകയോ ഇല്ലയോ? ഈ ഒരു വീഡിയോ മൊത്തം കണ്ടിട്ട് മാത്രം കമന്റ് ഇട്ടാൽ മതി. കുറച്ചെങ്കിലും കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. നിങ്ങൾ വോട്ട് കൊടുക്കുകയോ ഇല്ലയോ? രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും ശോഭയ്ക്ക് വോട്ട് കൊടുക്കരുത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും ശോഭയ്ക്ക് വോട്ട് കൊടുക്കരുത്. ഓക്കെ, എന്തായാലും വീഡിയോസ് കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതെല്ലാം കൂടെ കൊടുക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇപ്പോഴും ഞാൻ ചോദിക്കുക, നിങ്ങൾ രാഹുലിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. നിങ്ങൾക്ക് മാത്രം കണ്ടാൽ മതി. അഭിപ്രായവും കൊടുത്തിരിക്കണം. വീഡിയോയിലോട്ട് പോവുക. ശോഭ പറയുന്നൊന്ന് കേട്ട് തന്നെ തുടങ്ങാം. ആ സപ്പോർട്ടിനകത്ത് മറ്റു കോൺഗ്രസിന്റെ എത്ര കണ്ട് നേതാക്കന്മാരുണ്ട്? ഒന്ന് ഓട്ടം വെച്ച് കൊടുക്ക്. അങ്ങനെയാണെങ്കിൽ ഓട്ടം വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇപ്പം ചേച്ചിയുടെ ഇത് ഇച്ചിരി പഴയ വീഡിയോ ആണ്. അവർ ഇന്നലെ ആണെങ്കിലും വന്നും രാഹുലിനിട്ട് കൊട്ടുന്നുണ്ട്. ഈ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളുടെ വോട്ട് വേണ്ട എന്നുള്ള രീതിയിലാണ് ശോഭ ഇന്നലെ വന്നിട്ട് പറയുകയൊക്കെ ചെയ്തത്. ഞാൻ അതിന്റെ ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും, അതിന്റെ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട്. നമുക്ക് പറ്റിപ്പോയ ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ രാഹുലിനെ എടുത്തിട്ടില്ലായിരുന്നു. കാരണം ഓരോ പെണ്ണ് വിഷയങ്ങളും കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടി അവർ തീരുമാനമെടുത്തു. രാഹുലിനെ ഇപ്പം പാർട്ടിയിൽ നിന്ന് മാറ്റി കേസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യും? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ ചേർത്ത് പിടിച്ചേ, കോൺഗ്രസ് അവിടെ ചേർത്ത് പിടിച്ചില്ല. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി. ഓക്കെ, രാഹുൽ ഇപ്പോഴും ഉറച്ച കോൺഗ്രസ്സുകാരനാണെന്നും പറഞ്ഞിട്ട് അവിടെ നിലപാടോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ വേറൊരു പാർട്ടിയിലും പോയിട്ടില്ല. പാർട്ടിയാണ് പാലക്കാട് നിർത്തിയത്. പാർട്ടി മാറാൻ പറഞ്ഞ് ഞാൻ മാറും എന്നും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതുപോലൊരു ഉറച്ചൊരു രാഷ്ട്രീയക്കാരൻ എവിടെയെങ്കിലും ഉണ്ടോ? ഓക്കെ, അതേ വ്യക്തി ഇവിടെ സുഹൃത്തിനോട് നമ്മൾ ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് പിഷാരടി അവിടെ ജയിക്കണമെന്നാണ് രാഹുൽ പറയുന്നത്. പക്ഷേ രാഹുൽ അത് പബ്ലിക്കായിട്ട് വന്ന് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടാവാം. ഈ പറയുന്ന രാഹുൽ ചിലപ്പം പാലക്കാട് ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനും വരാനും ചാൻസ് ഉണ്ട്. സീരിയസ്ലി ഞാൻ അറിഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ കുറേ പേരൊക്കെ പറയുന്നത് ഇതുവരെ അറിയാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ പറയാം. ഞാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റാണ് എൻ്റെ നാട്ടിലെ. ഇപ്പോൾ ഞാൻ കുറച്ച് നാളുകൊണ്ട് ആക്റ്റീവ് അല്ല. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ടുകൊണ്ട് മാത്രമാണ്. തൊട്ടടുത്താണ് ഈ പറയുന്ന ഹരിപ്പാട്. അവിടുത്തെ MLA ആണ് രമേശ് ചെന്നിത്തല എന്ന് പറയും. ഞാൻ വേണമെങ്കിൽ സൈഡിൽ ഒരു ഫോട്ടോ വെച്ചേക്കാം. ഒരു ഫോട്ടോ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏകദേശം എങ്ങനെ ആ കാര്യങ്ങളൊക്കെ. എനിക്ക് A to Z കാര്യങ്ങൾ അറിയാം. ചുമ്മാ വന്നിട്ട് ഇങ്ങനെ കൊണയടിക്കുമല്ലോ ചിലവന്മാരെ പോലെ. പറഞ്ഞു മനസ്സിലായോ? ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചേക്കാം നിങ്ങളുടെ അടുത്ത്. ഓരോരുത്തരെ വന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്ന പരിപാടിയൊന്നും ഡാനിക്കില്ല. നേരെ വാ, നേരെ പോകും. അത് കറക്റ്റ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. എനിക്ക് ഇവരൊക്കെ കോൺടാക്ട് ചെയ്യാനും പറ്റുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഇവർ പാലക്കാട് നിന്ന് ജയിച്ചാൽ അത് വലിയ ദോഷമാവും. വലിയ ദോഷമാവെന്ന് പറഞ്ഞാൽ വലിയ ദോഷം. അതുകൊണ്ട് അവിടുത്തെ സ്ത്രീകളായിട്ടുള്ളവരോടും അമ്മമാരോടും ചേട്ടന്മാരോടും എല്ലാവരോടും എനിക്കൊരു തൊഴുതൊരു കാര്യം പറയാം. രാഹുൽ ഇല്ലെന്നും പറഞ്ഞിട്ട് ഇവർക്ക് വോട്ട് കൊടുക്കരുത്. പിഷാരടി ഈ പറയുന്ന രാഹുലിന് വേണ്ടി അവിടെ എല്ലാം നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. മൊത്തം അവിടെ നടന്നിട്ടുള്ളതാണ് എല്ലാ കാര്യത്തിനും വേണ്ടി. പക്ഷെ എന്ത് ചെയ്യാനാ? അപ്പം രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി. രാഹുൽ ഓക്കെ, രണ്ട് കൂട്ടുകാരും ഭാഗത്തും തെറ്റുണ്ട്. കാരണം പരസ്പര സമ്മതത്തോടെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്തു. അത് തെറ്റെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്. രാജ്യം വന്നിട്ട് ഈ പറഞ്ഞ രാഹുലിനെ കുറ്റം പറയുകയാണ്. ചെറിയ ചെറിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം അയാൾ ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് എല്ലാ കാര്യങ്ങളും കോടതി എല്ലാ കാര്യങ്ങളും അദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കോടതിക്ക് അത് ബോധ്യപ്പെട്ട് വരുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. ഇവിടെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിഷാരടി ഈ പറയുന്ന രാഹുലിൻ്റെ കൂടെ എല്ലാത്തിനും നടന്നതാണ്, എല്ലാ കാര്യത്തിനും വേണ്ടി. അപ്പം അയാൾ എന്ത് വിളിച്ചിട്ടാ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പാർട്ടി പറഞ്ഞു പിഷാരടി അവിടെ നിൽക്കുന്നു. നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന് ഭരണം കിട്ടുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഈ പാർട്ടിക്കാർ തമ്മിലടിക്കുന്ന പോലെ, അത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും തമ്മിലടിക്കുന്ന പോലെ ജനങ്ങളും തമ്മിലടിക്കരുത്. ഓഹോ, സതീശനോടുള്ള ദേഷ്യം ചിലപ്പം ഇവിടെ തീർക്കും. എവിടെ? ശോഭയ്ക്ക് വോട്ട് കൊടുക്കും. അങ്ങനെ വാശി കാണിക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട്. ദേവി അത് അങ്ങനെ കാണിക്കരുത്. അത് മണ്ടത്തരമാണെന്ന് ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ. നിങ്ങൾ ആ വോട്ട് കൊടുക്കേണ്ടത് വേറെ ആർക്കും അല്ല, പിഷാരടിക്ക് തന്നെ കൊടുക്കണം. അത് രാഹുലിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇവിടുത്തെ കേരള കോൺഗ്രസ് തിരിച്ചു വരണം എന്നുള്ളത്. അത് നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അമ്മമാരുടെ പെൺകുട്ടികളുടെ മുന്നിൽ ചെന്ന് നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സമയത്ത് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്. രാഹുൽ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വായടച്ചു പോയാനെ. സീരിയസ്ലി. ഇപ്പൊ പിഷാരടിയാണ് നിൽക്കുന്നത്. പിന്നെ പിഷാരടി നല്ലൊരു നേതാവാണ്, ആള് പക്വതയും കാര്യങ്ങളുണ്ട്. നിങ്ങൾ സിനിമയും പിഷാരടിയും കൂടെ വെച്ച് കമ്പയർ ചെയ്യരുത്. അത് അദ്ദേഹത്തിന്റെ അഭിനയമാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ഇന്നത്തെ പിഷാരടിയുടെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാവും. ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ രാഹുലിന്റെ പ്രചരണത്തിന് പോയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് MLA സ്ഥാനം ഒരു കേസ് തെളിയുന്നത് വരെ അന്ന് ഞാൻ എന്നോട് ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പരാതിയില്ല പോലീസിൽ. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ വാർത്തയിൽ വന്ന ആരോപണങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയി ചോദ്യം ഉണ്ടാകുകയും ചെയ്യുന്നത്. അന്നാണ് ഞാൻ പറഞ്ഞത്
ഒരു പരാതി വന്ന, അതായത് ആരോപണം വന്ന, പോലീസിൽ പരാതി ഇല്ലാത്ത സമയത്ത് തന്നെ പാർട്ടി അദ്ദേഹത്തിനെതിരെ പൂർണ്ണമായി പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൽ നമുക്ക് അഭിപ്രായമില്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞത് പിന്തുണ എന്നുള്ള വാക്ക് വെച്ച് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും പിന്തുണക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഏത് കാര്യത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി, പാലക്കാടിലെ ഇപ്പോഴത്തെ MLA, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ, പോലീസിലുള്ള പരാതികൾ, അദ്ദേഹത്തിനെതിരെ കേസുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കോടതിയിൽ ഇരിക്കുകയാണ്. കോടതി അതിനെക്കുറിച്ച് അന്വേഷിക്കും. അദ്ദേഹം തെറ്റുകാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിധി വരും. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യവും അദ്ദേഹം അതിന്റെ വിധി അനുകൂലമായാലും പ്രതികൂലമായാലും അദ്ദേഹം അനുഭവിക്കാനുള്ളൂ. എന്നാൽ അവിടെ എല്ലാ പഞ്ചായത്തിലും ഒരു ഓഡിറ്റോറിയങ്ങൾ ഉണ്ടാകാനുള്ള ഒരു പദ്ധതി ഉണ്ടെന്നും 1.5 വർഷം കൊണ്ട് ഏകദേശം 13 വീടുകൾ രാഹുലോട് വെച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. ബാക്കി ഒരു 8-10 വീടുകളുടെ പദ്ധതി പകുതിക്ക് നിൽക്കുകയാണ്. ആ പദ്ധതികളിൽ ഞാൻ പിന്താങ്ങുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇതിനെതിരാണെന്ന് പറഞ്ഞ് മാറാൻ പറ്റില്ല. അതിന്റെ നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ, എല്ലാ സ്ഥലങ്ങളിലും നല്ലതും ചീത്തയുണ്ടല്ലോ, അതിൽ നല്ലത് എന്തെല്ലാം ഉണ്ടോ ആ നല്ലതെല്ലാം ഏറ്റെടുക്കുകയും ആ നല്ല കാര്യങ്ങളെല്ലാം പിന്തുണയ്ക്കുകയും മുന്നിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. നല്ലൊരു കാര്യമാണ് പിഷാരടി ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് ഇതുപോലൊരു നേതാവിനെയാണ് ഇപ്പോൾ വേണ്ടത്. ഇതുപോലൊരു നേതാവ്. കുറെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് BJP വന്നു കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ നല്ല ഭരണം കാട്ടും എന്നൊക്കെ പറയുന്നത്. ഇവിടെ സുരേഷ് ഗോപി വല്ലതും കാണിച്ചിട്ടുണ്ടോ? സുരേഷ് ഗോപി ജയിപ്പിച്ച് അവിടെ നിന്ന് അങ്ങ് മല മണിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചോ? ഇല്ല. കേരളത്തിന്റെ ഓരോ സൈഡുമായിട്ടും മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവരുടെ ഭരണം വന്നു കഴിഞ്ഞാൽ മാത്രമേ വികസനം വരാവുള്ളൂ എന്നുള്ളൊരു ഇത് ഉണ്ടാക്കുകയാണ്. സത്യം പറയാലോ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഇവർ വന്നു കഴിഞ്ഞാൽ നാട് മുടി. അതുകൊണ്ട് ദേവിയെ നിങ്ങളോട് തൊഴുത് പറയാം, ഒരാളെങ്കിൽ ഒരാൾ, ഈ ഒരു വീഡിയോ കാണുന്ന പാലക്കാടിലെ ആൾക്കാർ, ഈ പറയുന്ന ശോഭയ്ക്ക് കുത്താനിരിക്കുന്ന ഒരാളെങ്കിൽ ഒരാൾ വിശാരിക്ക് വോട്ട് കുത്തിയാല അത്രയും നല്ലതെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മറ്റാരുമല്ല, രാഹുൽ മാങ്കൂട്ടൻ തന്നെയാണ്. ഈ രാഹുലിനെ വിശാരിനെ വിളിച്ച് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ അവർ വ്യക്തമാക്കി. അദ്ദേഹത്തിന് സന്തോഷമുള്ളൂ, സന്തോഷം മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയില്ലല്ലോ ബാക്കി കാര്യങ്ങൾ. അല്ല, ഞാൻ നിങ്ങളെ പറ്റിയും എന്നെ പറ്റിയും നമ്മൾ കേൾക്കുന്ന ഓടി വെച്ച വാർത്തകളൊക്കെ വെച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ കോടതിയിൽ എത്തിയൊരു കാര്യത്തിൽ പാർട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ കാര്യങ്ങൾ. ഞാൻ അവിടെ ഇപ്പോഴത്തെ MLA എന്നുള്ള സ്ഥാനത്തിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. എന്നെയാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്, ഞാനാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോഴത്തെ MLA ആണ്. അവിടുത്തെ ഇപ്പോഴും ഇന്നലെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് വരെയും അവിടുത്തെ MLA ആണ്. അതിന് ബാധ്യതയുടെ പ്രശ്നമല്ല, അദ്ദേഹമാണ് അവിടുത്തെ MLA. ഞാൻ പറഞ്ഞതുപോലെ ചില നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കുകയും മുന്നിലേക്ക് പോവുകയും ചെയ്യേണ്ടതുണ്ടല്ലോ. കറക്റ്റ് കാര്യം അത് വേണം. പിഷാരടിയെ കൊണ്ട് അത് പറ്റുമെന്ന് എനിക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ട്. പക്ഷെ ജനങ്ങൾ ഒരു കോമഡി പീസായിട്ട് കാണരുത്, ദേവി ചെയ്തിട്ട്. പിന്നെ ഒരു I2I എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ചാനലുണ്ട്, നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യാനാണ്. അയാളിപ്പോൾ പറയുന്ന ശോഭയ്ക്ക് വോട്ട് കൊടുക്കണം, രാഹുൽ ഇല്ലെങ്കിൽ. ഇത് അവൻ റീച്ചിന് വേണ്ടി ചെയ്യുന്ന ഓരോ പരിപാടികളാണ്. റീച്ചിന് വേണ്ടി മാത്രമേ കോൺഗ്രസ് പാർട്ടിയെ തഴുന്താന്നിട്ട് രാഹുലിന്റെ പേരും പറഞ്ഞിട്ട് തമ്മിലടിപ്പിക്കുന്ന ഓരോ ഇട്ടിട്ട് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന ചില യൂട്യൂബേഴ്സിലാണെങ്കിൽ പോലും അത് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് കൂടിപ്പോവും. എൻ്റെ എക്സ്പ്രഷൻ വെച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇപ്പം നമുക്ക് ആവശ്യം ഇവിടെ ഭരണമാണ്, അത് വേണം. അതെല്ലാം പാർട്ടി നേതൃത്വവും പാർട്ടിക്കാരും തീരുമാനിക്കുന്ന അനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടുന്ന് ഇന്ന് പാലക്കാടേക്ക് എത്തുന്നതേ ഉള്ളൂ. അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ വന്നാൽ തിരിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് നേതൃത്വത്തിനാണ്. അവർ അതിന് അനുകൂലമായി അല്ലെങ്കിൽ ഒരു ജനങ്ങൾ പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ ഹിതത്തിന് മാനിച്ചുകൊണ്ട് പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങിയ തീരുമാനമാണ് നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അത് ചെയ്തു. അത് മറ്റൊരു പാർട്ടികളും എന്റെ അറിവിൽ ഇങ്ങനെ, അതായത് പോലീസിൽ പരാതി എത്തുന്നതിന് മുമ്പ്, പോലീസിൽ എത്തിയിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. പോലീസിൽ എത്തുന്നതിന് മുമ്പ് ഒരു തീരുമാനമെടുക്കുകയും പൂർണ്ണമായും എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും മാറ്റുകയും ചെയ്തിട്ടുള്ളതാണല്ലോ. ഇത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പം ഈ അതായത് ഏതാണ്ട് 3ാമത്തെ ചോദ്യമായിട്ട് തന്നെ വന്നൊരു കാര്യമെന്നുള്ള നിലയിൽ ഇങ്ങനെ ഞാനത് കൺക്ലൂഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ മൊറാലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ, കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളുടെ വിധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം അതെന്താണ് വരുന്നത് അത് അദ്ദേഹം അനുഭവിക്കുക. അദ്ദേഹം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ അവിടെ നിന്ന് ഏറ്റെടുക്കുകയും അത് തുടർന്നു പോവുകയും എന്നാൽ കഴിയുന്ന ഇനി ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ആണ്. ഓക്കെ, പുള്ളി ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇപ്പം പെണ്ണ് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അത് കോടതിയിൽ നിന്ന് എന്തെങ്കിലും ശിക്ഷയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നെ അനുഭവിക്കാൻ വേണം. പിന്നെ അദ്ദേഹം പാലക്കാട് ചെയ്ത് വെച്ച നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രം എടുത്തിട്ട് പുള്ളി അത് ബാക്കി എന്തെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ അതും ചെയ്തിരിക്കും. പിന്നെ പാലക്കാട് നല്ല രീതിയിൽ വികസനം കൊണ്ടുവരുമെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വാശി കാണിക്കരുത്. വാശി കാണിച്ചാൽ നാളെ നിങ്ങൾക്ക് തന്നെ അനുഭവം വരത്തുള്ളൂ. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. സപ്പോർട്ട് ചെയ്യുക, പിഷാരടിയെ സപ്പോർട്ട് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. വേണ്ടി ചെയ്യാൻ പറ്റുമോ ആ നല്ല കാര്യങ്ങളെല്ലാം ഞാൻ തുടരുക, പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക. രാഹുൽ നല്ല ഷാഫി തുടങ്ങി വെച്ച കാലം തൊട്ടാ പറയുന്നത്. ഒരു 15 വർഷമായിട്ട് പല അതിന്റെ തുടർച്ചയാണല്ലോ അത്. ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഷാഫി ഇവരൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഷാഫി ആണെങ്കിലും രാഹുൽ ആണെങ്കിലും ചെയ്തു വെച്ച കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി. പിന്നെ 33% അവിടുത്തെ മുസ്ലിംസിന്റെ വോട്ടാണ്. അത് കമ്മ്യൂണിസ്റ്റിന് പോകരുത്, അത് വിശാരടിക്ക് പോകണം. നിങ്ങൾക്ക് വികസനം വേണം. എവിടെ ഈ 15 വർഷം കൊണ്ട് കോൺഗ്രസ് എവിടെ നിർത്തിയോ അവിടെ നിന്ന് പിഷാരടി തുടങ്ങിയേ പറ്റൂ. അല്ലെങ്കിൽ മറ്റേമാർ വന്നിട്ട് ഒരുപാട് കുളവാക്കിയിരിക്കുക എനിക്ക് ഉറപ്പാണ്. പാലക്കാട് ജനങ്ങളെ മണ്ടരാവരുത്. ഈ ജനങ്ങൾ ഏറ്റവും കൂടുതൽ മണ്ടരാവുന്ന വ്യക്തികളാണ്. ന്യൂസ് മാത്രം കണ്ട് വിശ്വസിച്ചിട്ടിരിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരോടൊന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നവർ സത്യാവസ്ഥ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, വിശ്വസിക്കുക.
പിന്നെ മമ്മൂട്ടി ജയിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി കൊണ്ടുവരുന്ന വലിയ കാര്യമൊന്നുമല്ല, അങ്ങനെ കാര്യമൊന്നുമില്ല. ഇതൊക്കെയാണ് മാധ്യമങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ. മമ്മൂട്ടി വിളിച്ചോ, അവർ വിളിച്ചോ, ഇവർ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. ജയിച്ചു കഴിഞ്ഞാൽ പുള്ളി കൊണ്ടുവരും. പിന്നെ പാർട്ടി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ടെന്നൊക്കെയാണ് പറയുകയൊക്കെ ചെയ്തത്. ഓക്കെ, ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ കൂടെ ഉണ്ടാവുക, അതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്, ബൈ ബൈ.